ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രവീന്ദ്രൻ പുറത്തുപോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ രേവതി കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി എന്ത് ചെയ്യുന്നു എന്ന്. അമ്മ മുറിയിലുണ്ട് എന്ന് രേവതി മറുപടി പറഞ്ഞു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. സുധി, വർഷൻ, ശ്രീകാന്തും അവരൊന്നും വന്നില്ലേ എന്ന് രവീന്ദ്രൻ തിരക്കി. അതെ, അവരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവരൊക്കെ കുറച്ച് താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സുധിയുടെ കാര്യം, സുധി ഇന്ന് വരത്തില്ല എന്ന് രേവതി പറഞ്ഞു. വരത്തില്ലെന്നോ? അതെന്താ, അവൻ എങ്ങോട്ടേക്ക് പോയി എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അതെ, അവൻ ഷോപ്പിലാണെന്ന് രേവതി പറയാണ്. പിന്നെ അമ്മ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞു. വരണ്ടാന്നോ? അതെന്തിനാ? അതറിയില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ ചന്ദ്രമതിക്ക് ഇത് എന്തു പറ്റി? ഇത് ചന്ദ്രമതി എന്ത് ഭാവിച്ചാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രവീന്ദ്രൻ വല്ലാതെ ആകുലപ്പെട്ടു. രേവതി പറയുന്നുണ്ട് അവരോടുള്ള ദേഷ്യം കാരണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് തോന്നുന്നു. ഞാൻ അവളെ ഒന്ന് കാണട്ടെ, സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ നേരെ ദേഷ്യത്തോടു കൂടെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്തിന് സച്ചി വന്നു. സച്ചി രേവതിയോട് ചോദിക്കണേ, എന്താ രേവതി, ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളൊന്നും അനക്കൊന്നും കാണുന്നില്ലല്ലോ, മൊത്തം സൈലന്റ് ആണല്ലോ എന്ന്. ആ സമയത്തിന് രേവതി പറഞ്ഞത് അതെ, വർഷയും ശ്രീകാന്തും ഒന്നും എത്തിയിട്ടില്ല, അവർ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയും. അപ്പോൾ പിന്നെ അതാണല്ലേ. അല്ല, സുധി വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വന്നില്ല. അതെന്താ? രേവതി സച്ചിയോട് രഹസ്യമായി തന്നെ പറഞ്ഞു. സച്ചിയേട്ടാ, അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവനോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്. വരണ്ടാന്നോ? അതെ, ഇന്ന് ഷോപ്പിൽ തന്നെ നിന്നോളാൻ പറഞ്ഞു. അമ്മക്കിത് എന്ത് പറ്റി? അമ്മ ഇങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ. അത് പിന്നെ അറിയാമല്ലോ സച്ചിയേട്ടാ, അമ്മക്കിപ്പോൾ എന്തോ വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട് ശ്രുതിയോടൊക്കെ. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ഇനിയിപ്പോൾ അമ്മക്കൊരു പേടിയുണ്ട്, ശ്രുതി കൈവിട്ടു പോകുമോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ. ശ്രുതി പറഞ്ഞു കൊടുത്തിട്ടാണ് 53 ലക്ഷം രൂപ ശ്രുതി അടിച്ചു മാറ്റിയത് എന്നൊക്കെ ചിന്ത അമ്മയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അമ്മ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒന്നിച്ച് കിടക്കണ്ട, അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കേണ്ട, ഒന്നിച്ച് സംസാരിക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രുതിയോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞതും. ഈ അമ്മ ഇത് എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് സച്ചി സങ്കടത്തോടെ പറഞ്ഞു. സച്ചിയേട്ടാ, നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, ശ്രുതി ആഹാരം കഴിച്ചോ? ആഹാരം കഴിക്കാൻ പോയി വിളിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. മിക്കവാറും ശ്രുതി കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാണ്. അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രുതി ആഹാരം കഴിക്കാറില്ല. എനിക്കറിയാം. പാതിരാത്രിയായി കഴിയുമ്പോൾ അവൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. സച്ചി ആ കാര്യമൊക്കെ ഓർത്തെടുത്തു. ഇതൊക്കെ കേട്ടപ്പോൾ രേവതി ചോദിച്ചു, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും സച്ചിയേട്ടാ? സച്ചി ഒരു കാര്യം തീരുമാനിച്ചു. അച്ഛനും ഭയങ്കര വിഷമത്തിലായിരിക്കും. കാരണം ഈ വീട്ടിൽ എങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോൾ അച്ഛനും ഒരു സമാധാനവും കാണില്ല. ഞാനൊന്ന് പോയിട്ട് അവനെ കാണാം, അവനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു സച്ചി നേരെ ഷോപ്പിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് സുധീർ അടുത്ത് വന്ന് ഷോപ്പിലെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, അല്ല സാർ എന്താ വീട്ടിലേക്ക് പോവാത്തത്? സാറ് പോകുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ പോകുന്നില്ല, ലോഡ് വരുമല്ലോ എന്ന് സുധി പറഞ്ഞു. അയ്യോ സാറേ, ലോഡൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളാം, അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ ആവണ്ട. ഇത്രയും കാലം ഞങ്ങളല്ലേ അത് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ സാർ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. സുധി പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയല്ലേ അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സത്യം പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് സുധി അങ്ങനെയൊക്കെ മറുപടി കൊടുത്തത്. പിന്നീട് കൂടുതൽ ചോദിക്കാനൊന്നും നിന്നില്ല. അവരവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയെ കണ്ടപാടെ സുധി ചോദിച്ചു, നീ എന്താടാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്തെങ്കിലും വാങ്ങാൻ വന്നതാണോ എന്ന് ചോദിക്കും. എടാ ബുദ്ധിയില്ലാത്തവനെ, ഈ പാതിരാത്രി സമയത്ത് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് സച്ചി തിരിച്ചടിച്ചു. അല്ല പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, നീ വീട്ടിലേക്ക് വരാത്തതെന്താ? അത് പിന്നെ ഞാൻ ഷോപ്പിൽ നിൽക്കാമെന്ന് കരുതിയെന്ന് സുധി പറഞ്ഞു. സാധനങ്ങളൊക്കെ വരും, ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആള് വേണ്ടേന്ന് സുധി കള്ളം പറഞ്ഞു. പിന്നെ ആദ്യമായിട്ടാണല്ലോ ഷോപ്പിൽ ലോഡ് വരുന്നത്. നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയൊന്നും വേണ്ട, എനിക്കറിയാം. അമ്മ വിളിച്ചിട്ട് നിന്നോട് വരണ്ട എന്ന് പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കാണ് സച്ചി. സുധിക്ക് ഒരു നാണക്കേടൊക്കെ തോന്നി. സുധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ലടാ, എന്തിനാടാ വെറുതെ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത്? നീ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് നീ കരുതിയോ? സച്ചി ചോദിച്ചു. ഈ സമയത്തിന് സുധി തിരിച്ചു ചോദിച്ചു, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പോൾ ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. ബിരിയാണിയോ? അതെ, എനിക്കറിയാം നീ ഒന്നും കഴിക്കില്ല എന്ന്, കഴിച്ചു കാണില്ല എന്ന് എനിക്കറിയാം. കഴിച്ചു കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും സച്ചി. കുഞ്ഞുനാളിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സുധി ചോദിച്ചു, എന്താടാ നീ എന്നെ സോപ്പിടാൻ വേണ്ടി വന്നതാണോ? ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ. എടാ, നിന്നെ സോപ്പിട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? എനിക്ക് കൂടുതലൊന്നും കിട്ടാനില്ല. വേണമെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ നീ ഇത് കഴിക്ക്. നീ ആഹാരം കഴിക്കില്ല എന്ന് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് സച്ചി പറഞ്ഞു. സുധി പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന്.
അങ്ങനെയൊന്നും അല്ല പോലും. നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്കിത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സുധി. ഇത് കഴിക്കാൻ നോക്കിയെന്ന് സച്ചി നിർബന്ധിച്ചു. സുധി, ഒന്നാമത്തെ കാര്യം പട്ടിണിയായിരുന്നു. അവൻ ആ ബിരിയാണി എടുത്ത് ആർത്തിയോട് കഴിക്കാൻ തുടങ്ങി. അന്നേരം സച്ചി പറഞ്ഞു, സാവകാശം കഴിച്ചാൽ മതി, സമയമുണ്ട്. ഇത്ര ആക്രാന്തം കാണിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ, ഇത്രക്കൊക്കെ വിശന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ചെറുപ്പത്തിൽ അമ്മ എന്തെങ്കിലും വഴക്ക് പറയോ എന്തെങ്കിലും ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ശ്രീകാന്തും വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ഇരിക്കും. പക്ഷേ നീ അങ്ങനെയല്ലേ ഇരുന്നത്? കരയും വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ നിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറയണ സച്ചി. അന്നേരം സുധി ചോദിച്ചു, നീ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന്. എന്ത് ദുരുദ്ദേശം? അല്ല, നീ ഇത്ര സ്നേഹത്തോടെ വാങ്ങി വന്നതിൻ്റെ പിന്നിൽ നിനക്കിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതി. ഈ രാത്രി സമയത്ത് നിനക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാൻ തോന്നിയ എന്നെ പറഞ്ഞാൽ മതി. നീ വിശന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് പാവം തോന്നിയിട്ടാണ്. അപ്പോഴേക്കും ശ്രുതി ഒരു നിമിഷം കഴിക്കൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, അല്ല, ശ്രുതി ഒന്നും കഴിച്ചു കാണത്തില്ലല്ലോ എന്ന്. ഓ, അതൊക്കെ രേവതി നോക്കിക്കോളും. രേവതി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാവം അവിടെ ഇരുന്ന് കഴിച്ചോളും. നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് കഴിക്കാൻ നോക്കിയെന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ ശ്രുതി ബിരിയാണിയൊക്കെ കഴിച്ചു തീർത്തു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പെട്ടെന്ന് എന്നോട് ഇത്രയും അധികം സ്നേഹം തോന്നാൻ കാരണമെന്ന്. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? സച്ചി തിരിച്ചു ചോദിച്ചു. അല്ല, ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഓ, അതാണോ? അതൊന്നുമില്ല, നീ പട്ടിണി ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു സച്ചി. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിനക്ക് വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന്. അച്ഛൻ്റെ പണം കൊണ്ട് വാങ്ങിച്ച ഈ ഷോപ്പിലാണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മാനേജർ കസേരയിൽ കയറിയെടുക്കാൻ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണോ നീ ഷോപ്പ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ മണിയടിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചി പറഞ്ഞിട്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? നാണമില്ലാത്തവനെ, നിനക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നെ വേണം പച്ചക്കിട്ട് തല്ലാനേ. നിനക്ക് ഇത്രയും ബോധമുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമാടാ. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു. നിന്റെ അടുത്തേക്ക് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലടാ. എടാ, എന്തായാലും നിന്നേക്കാൾ കൂടുതലായിട്ട് എന്നെ വിശ്വസിക്കാം. പിന്നെ ഞാൻ നിന്റെ ഷോപ്പ് കണ്ടിട്ടൊന്നുമല്ല നിനക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ എന്താന്ന് വെച്ചാൽ അതൊക്കെ അനുഭവിക്കണം. നിന്റെ അടുത്തേക്ക് വന്ന എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചീത്തയും പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സച്ചി അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്തന്നെ രേവതി ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നൊരു, ശ്രുതി ഒരു ചപ്പാത്തിയും കൂടെ തരട്ടെ എന്ന്. ഏയ് വേണ്ട, ഇത് മതിയെന്ന് ശ്രുതി മറുപടി നൽകി. രേവതി ആഹാരമൊക്കെ കൊടുത്ത് നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കാണ് ശ്രുതിയെ. പിന്നീട് ശ്രുതി രേവതിയോട് ചോദിച്ചു, ഇപ്പോൾ രേവതിക്ക് സന്തോഷമായി കാണില്ലേ എന്ന്. സന്തോഷോ? എന്തൊക്കെയാ ശ്രുതി നീ പറയുന്നത് എന്ന് രേവതി തിരക്കി. അല്ല, ആൻറ്റി എന്നെ വഴക്ക് പറഞ്ഞില്ലേ, അതുമാത്രമല്ല ആൻറ്റി എന്നെ തല്ലുകയും ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം കാരണമായിരിക്കും എനിക്ക് ആഹാരമൊക്കെ കൊണ്ടുവന്ന് തരുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം കെട്ടിയനും കണക്കാണ് കെട്ടികളും കണക്കാണ്, രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. അപ്പോഴേക്കും രേവതി പറഞ്ഞത്, ദേ ശ്രുതി, ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അത്രക്കാരിയൊന്നുമല്ല. എന്നെക്കുറിച്ച് നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? ഒരാൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് കണ്ട് ചിരിക്കുന്നവളാണ് ഞാനെന്നോ? പിന്നെ നീ വിശന്നിരിക്കാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്ന് തന്നത്. അതെൻ്റെ കുറ്റാണ്. ഞാൻ ഇങ്ങനെ കൊണ്ടുതരാൻ പാടില്ലായിരുന്നു. ഈ സമയത്തിന് ശ്രുതി പറഞ്ഞത്, എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആൻറ്റി ഇതിനു മുൻപ് എന്നെ ഇങ്ങനെ വഴക്ക് പറയോ തല്ലോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാണില്ലേ? വർഷയ്ക്കും രേവതിക്കുമൊക്കെ സന്തോഷമായി കാണില്ലേ? രേവതി പറയുന്നുണ്ട്, വർഷയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം. എനിക്കൊട്ടും സന്തോഷമായിട്ടില്ല. അല്ലെങ്കിലും കുടുംബത്തിലൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് വേറെ ആരെങ്കിലും ചിരിക്കുന്നത് കണ്ട് ശീലിച്ചവളല്ല ഈ രേവതി. രേവതിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല. മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ എന്ന് രേവതി ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവിടെ നിന്നും പോയി. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെയെന്ന്. അല്ല, അത് പിന്നെ എന്താ, അവൾക്ക് നീ ആഹാരം കൊണ്ടു കൊടുത്തോ എന്ന് ചന്ദ്രമതി തിരക്കി. അത് പിന്നെ അമ്മേ, അവൾ വിശന്നിരിക്കല്ലേ. വിശന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ അവളുടെ വേലക്കാരിയാണോ എന്ന് ചോദിച്ച് ചന്ദ്രമതി വീണ്ടും രേവതിയോടങ്ങ് ചൂടാവുകയാണ്. അമ്മേ, അതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഹാരം കൊടുക്കേണ്ട കാര്യമില്ല. തമ്പുരാട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവൾ എടുത്ത് കഴിച്ചോളും. അവൾ ആരാണെന്ന് അവളുടെ വിചാരം? ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, രേവതി ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താലുണ്ടല്ലോ, നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തല്ലുപേടിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ ഭീഷണിപ്പെടുത്തി. അമ്മേ, എടി നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞത് കേട്ടാ അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തായി സച്ചിയേട്ടാ കാര്യങ്ങൾ? അന്നേരം സച്ചി പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് തല്ലാൻ നോക്ക്. എന്ത് തല്ലാനോ? അതേ രേവതി, ഇതിനേക്കാൾ ഭേദം അത് തന്നെയായിരുന്നു. അവൻ അങ്ങനെ പട്ടിണി ഇരിക്കുകയായിരുന്നു നല്ലത്. എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവന് ഞാൻ ബിരിയാണി വേങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അവസാനം അവൻ വിചാരിക്കുന്നത് ഞാൻ ഏതോ കട തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ സോപ്പിടുന്നത് എന്നൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ സ്വഭാവം അറിയാലോ. ഇവനെയൊക്കെ എന്ത് ചെയ്താലാ മതിയാവുക? അന്നേരം രേവതി പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് ശ്രുതിയും പറഞ്ഞത്.
എന്ത്? ആഹാരം കൊണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണത്രേ. സന്തോഷം മനസ്സിൽ വെച്ചിട്ട് ഞാൻ പുറമെ സങ്കടം അഭിനയിക്കുകയാണെന്നാ. ഓ, കെട്ടിയവനും കണക്ക് കെട്ടിയവളും കണക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ രേവതി എന്ത് ചെയ്യാനാണ്? ഈ രണ്ടെണ്ണത്തിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, അവർക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ സുധിയോട് പണ്ട് പറഞ്ഞതാണ്, നീ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. ആ പണം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം അവന് തിരിച്ചു കിട്ടുമായിരുന്നു. ഇത്രയധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിനു പകരം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. രേവതി പറയുന്നുണ്ട്, നമ്മളെ പോലെയല്ലേ സച്ചിയേട്ടാ എല്ലാവരും. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളില്ലേ. പണ്ടേ അവൻ അങ്ങനെ തന്നെയല്ലേ. ഇനിയിപ്പോൾ നമ്മളായിട്ട് മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല. അതൊന്നും മാറാനും പോകത്തില്ല എന്ന് പറയും. സച്ചി പറഞ്ഞിട്ട് അത് ശരിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രേവതി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ലക്ഷ്മിയമ്മയും ദേവും ശരത്തും കൂടി സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. രേവതി അങ്ങോട്ടേക്ക് ചെന്നു. രേവതി അവരോട് സംസാരിക്കുന്ന സമയത്തിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ദേവു പറയുന്നത്, കൊള്ളാം, അവിടെ ഒന്നും തന്നെ ഒന്ന് വരാൻ പറ്റില്ലല്ലോ. ഓ, ആ സീനുകളൊക്കെ ഒന്ന് നേരിട്ട് കാണേണ്ടതായിരുന്നു. എന്തിന്? അല്ല, ആ രംഗങ്ങളൊക്കെ നീ നേരിട്ട് കാണാം. ശ്രുതിക്ക് കിട്ടിയ ആ 2 തല്ല് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു എന്ന് ദേവു പറഞ്ഞു. ലക്ഷ്മിയമ്മ ചോദിച്ചു, ദേവു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നല്ലാതെ, എൻ്റെ ചേച്ചിക്കൊരു വയ്യായിക ഉണ്ടായപ്പോൾ സന്തോഷിച്ച ആൾക്കാരല്ലേ അവരൊക്കെ. എനിക്കെല്ലാവരെയും നന്നായിട്ട് അറിയാമെന്ന് ദേവു പറയും. ഈ സമയത്തന്നെ ശരത്ത് പറയുന്നുണ്ട്, അത് ശരിയാണ്. ആ കുടുംബം കലക്കാനായിട്ട് 2 സാധനങ്ങളാണ് അവരെ. എൻ്റെ ചേച്ചിയുടെ കണ്ണീരിന് കാരണം അവരല്ലേ. ഈ സമയത്തന്നെ രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മ എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയും. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ഇതിങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന്. ശരത്ത് പറയുന്നുണ്ട്, ആർക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ അങ്ങോട്ടേക്ക് മാറും. മാറാതിരുന്നാൽ മതിയായിരുന്നു ചേച്ചി എന്നൊക്കെ ദേവ് പറഞ്ഞു. രേവതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോളെ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒരു പക്ഷേ അത് ശ്രുതിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും. എന്നാലും മോളെ, കുറച്ച് ദിവസമെങ്കിലും നിനക്കങ്ങനെ മനസാമാധാനമുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കും. രേവതി പറയുന്നുണ്ട്, അതേ അമ്മേ. ആ സമയത്താണ് ശരത്ത് ആ ഒരു കാര്യം പറയുന്നത്. ചേച്ചി, ഈ ശ്രുതി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവർ പക്ക ഫ്രോഡാണ്. ഫ്രോഡോ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അതെ, അവർ ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ആൻറ്റണിയുടെ കയ്യിൽ നിന്ന് പൈസ പലിശക്ക് മേടിക്കാറുണ്ടായിരുന്നു എന്ന് ശരത്ത് വെളിപ്പെടുത്തി. ഒരു നിമിഷം രേവതി മാത്രമല്ല, ലക്ഷ്മിയമ്മയും ദേവും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അത് കേട്ടതോടുകൂടി തന്നെ രേവതിയും ആകെ ഞെട്ടി നിന്നു. ശരത്ത് പറഞ്ഞ ആ ഒരു വലിയ രഹസ്യം കേട്ടതും രേവതിയുടെ ഉള്ളൊന്ന് കാളി. ശ്രുതി ഇത്രയും വലിയൊരു ചതിയൊക്കെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സച്ചിയോട് ഈ കാര്യം പറയണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം രേവതി ഒന്ന് ആലോചിച്ചു നിന്നു. പക്ഷേ സച്ചിക്കിത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് തോന്നിയ രേവതി വൈകുന്നേരം സച്ചി വീട്ടിലേക്ക് എത്തിയപ്പോൾ പതുക്കെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. സച്ചി ആദ്യം അത് വിശ്വസിച്ചില്ല എങ്കിലും ശരത്ത് പറഞ്ഞ തെളിവുകൾ കേട്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു. അന്ന് രാത്രി ചന്ദ്രമതി അമ്മയുടെ മുറിയിലേക്ക് സച്ചിയും രേവതിയും ചെന്നു. ശ്രുതിയും ശ്രുതിയും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുത്തിന് ശ്രുതിയോട് ആന്റണിയെക്കുറിച്ചും പലിശ ഇടപാടുകളെക്കുറിച്ചെല്ലാം തന്നെ ചോദിച്ചു. ശ്രുതിയുടെ മുഖം ഇത് കേട്ടതോടുകൂടി തന്നെ ആകെ വിളറി വെളുത്തു. ഈ കാര്യത്തെപ്പറ്റിയിട്ടൊന്നും ശ്രുതിക്കറിവില്ലായിരുന്നു. സച്ചി രഹസ്യമായി അവളുടെ ഫോൺ പരിശോധിച്ചതിനു ശേഷം സച്ചി അവളുടെ ഫോണിലെ ചില രഹസ്യ നമ്പറുകളും മെസ്സേജുകളും കാണിച്ചതോടുകൂടി തന്നെ അവൾക്ക് മിണ്ടാൻ പറ്റാതെയായി. ശ്രുതി അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. താൻ സ്നേഹിച്ച പെണ്ണ് പണത്തിനു വേണ്ടി ഇത്രയും അധപ്പതിച്ചോ എന്നവൻ ചിന്തിക്കാൻ പോലുമായില്ല. ചന്ദ്രമതി അമ്മയുടെ ദേഷ്യം അതിൻ്റെ അങ്ങേ അറ്റത്തെത്തി. എൻ്റെ മകനെ വഴിയാധാരമാക്കാൻ വന്ന നിന്നെയൊക്കെ ഇനി ഈ വീട്ടിൽ വാഴിക്കില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ അവിടെ നിന്നും ഇറക്കി വിടാൻ ആക്രോശിച്ചു. ശ്രുതി തളർന്ന് കസേരയിലേക്കിരുന്നു. ഈ സമയം രേവതി ഇടപെട്ടു. അവർ അമ്മയെ ശാന്തയാക്കാൻ ശ്രമിച്ചു. അമ്മയെ ഒരു തെറ്റുപറ്റിയെന്ന് കരുതിയിട്ട് എല്ലാവരും തെരുവിലേക്ക് എറിയുന്നത് അത്ര ശരിയല്ല. പ്രത്യേകിച്ച് ശ്രുതി നമ്മുടെ കുടുംബത്തിലെ ആളല്ലേ. രേവതി അങ്ങനെ ചോദിച്ചപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സൊന്ന് തണുത്തു. എങ്കിലും ശ്രുതിയോടുള്ള വിശ്വാസം ആ കുടുംബത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. അന്നു മുതൽ ആ വീട്ടിലെ അധികാരം രേവതിയുടെ കയ്യിലേക്ക് പതുക്കെ മാറാൻ തുടങ്ങി. ശ്രുതി ആ വീട്ടിൽ ഒരു മൂലക്കൊതുങ്ങിക്കൂടി. തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കേണ്ടി വന്നു. രേവതിയും സച്ചിയും ആ കുടുംബത്തെ വീണ്ടും കെട്ടുറപ്പുള്ളതാക്കി മാറ്റി. ശ്രുതി പതുക്കെ തൻ്റെ പഴയ സ്വഭാവം മാറ്റി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുടുംബത്തിൽ സമാധാനം തിരികെ വന്നെങ്കിലും രേവതിയുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. സത്യം എത്ര മൂടി വെച്ചാലും ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും. ആ തിരിച്ചറിവോടുകൂടെ തൻ്റെ കുടുംബത്തിൻ്റെ വിളക്കായി രേവതി ആ വീട്ടിൽ ഇന്നും നിലകൊണ്ടു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.